കന്യാകുമാരി വിവേകാനന്ദ പാറയിലെ പ്രധാനമന്ത്രിയുടെ ധ്യാനം ഇന്ന് അവസാനിക്കും. വൈകിട്ട് 3 മണിയോടെ ധ്യാനം അവസാനിപ്പിക്കേണ്ട പ്രധാനമന്ത്രി പ്രത്യേക ഹെലികോപ്റ്ററിൽ തിരുവനന്തപുരത്തെത്തും. വിമാനത്താവളത്തിൽ നിന്നും വൈകിട്ടോടെ ഡൽഹിയിലേക്ക് മടങ്ങും. വ്യാഴാഴ്ച വൈകിട്ടാണ് 3 ദിവസത്തേക്ക് പ്രധാനമന്ത്രി കന്യാകുമാരിയിൽ എത്തിയത്. കന്യാകുമാരിയിൽ നിന്നും അഖിൽ പാലോട്ടുമഠം തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. 33 വർഷങ്ങൾക്ക് മുമ്പ് ഏകതാ യാത്രയുടെ ഭാഗമായാണ് നരേന്ദ്രമോദി കന്യാകുമാരിയിൽ എത്തിയിരുന്നത്. അതിനുശേഷം പ്രധാനമന്ത്രിയായി കന്യാകുമാരിയിലേക്ക് എത്തുന്ന പ്രധാനമന്ത്രി, രാജ്യത്തിന്റെ പ്രധാന സേവകൻ, ഇപ്പോൾ 33 മണിക്കൂറുകൾ അദ്ദേഹത്തിന്റെ ഏകാത്മമായ ആ ധ്യാനം പുരോഗമിച്ചിരിക്കുകയാണ്. വ്യാഴാഴ്ച വൈകുന്നേരം 6 മണിക്കാണ് അദ്ദേഹം ഈ വിവേകാനന്ദ പാറയിലേക്ക് എത്തുന്നത്. അവിടെ നിന്നും അദ്ദേഹം ആരംഭിച്ച ആ ധ്യാനം രാജ്യത്തെ ഒരുമിച്ച് ചേർത്തു പിടിക്കാൻ, കന്യാകുമാരി മുതൽ കാശ്മീരം വരെയും കാഞ്ചി മുതൽ കാമരൂപം വരെയും അത് ഭാരതം ഒന്നാണ് എന്ന വലിയ സങ്കല്പം ഒരിക്കൽ കൂടി ഊട്ടി ഉറപ്പിച്ച് ഭാരതത്തിലെ മുഴുവൻ ജനങ്ങളെയും ചേർത്തുപിടിച്ച് ആ മഹാരഥൻ വീണ്ടും തപസ്സനുഷ്ഠിക്കുകയാണ്. 3ാം തവണയും അധികാരത്തിലേക്ക് എത്താനുള്ള അദ്ദേഹത്തിന്റെ പൂർണ്ണമായ ആത്മവിശ്വാസമാണ് അദ്ദേഹത്തെ കന്യാകുമാരിയിൽ ഇങ്ങനെ ധ്യാനമിരിക്കാൻ പ്രാപ്തനാക്കുന്നത് എന്നതും ഏറെ ശ്രദ്ധയാർന്ന ഒരു കാര്യമാണ്. അദ്ദേഹം ജനവിധി തേടുന്ന വാരണാസിയിൽ ഇന്നാണ് ജനവിധി വോട്ടെടുപ്പ് നടക്കുന്നത്. അവിടെ അദ്ദേഹം ഇന്ന് വൈകുന്നേരം ഇത് അവസാനിപ്പിക്കുന്നതോടുകൂടി വാരണാസിയിലേക്കാണ് പോവുക. അവിടെ ആ ജനവിധിയിൽ പങ്കെടുക്കും. അതിനുശേഷമായിരിക്കും അദ്ദേഹം ഡൽഹിയിലേക്ക് മടങ്ങുക എന്നതാണ് നമുക്ക് അനൗദ്യോഗികമായി അറിയാൻ സാധിക്കുന്നത്. എന്തായാലും അദ്ദേഹത്തിന്റെ മടക്കയാത്രയുമായി ബന്ധപ്പെട്ട് കന്യാകുമാരിയിൽ വലിയ സുരക്ഷയാണ് ഒരുക്കിയിരിക്കുന്നത്. ഏകദേശം 8 SP-മാരുടെ നേതൃത്വത്തിൽ ഏകദേശം 2000-ൽ പരം പോലീസ് ഉദ്യോഗസ്ഥരാണ് അദ്ദേഹത്തിന്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ട് കന്യാകുമാരി ഈ നഗരത്തിലും പ്രദേശത്തും ഒക്കെയായി സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ യാത്രയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നമുക്ക് അറിയാൻ സാധിക്കുന്നത് ആണ് എന്നുണ്ടെങ്കിൽ അദ്ദേഹം 3 മണിയോടുകൂടിയാണ് അദ്ദേഹത്തിന്റെ ധ്യാനം അവസാനിപ്പിച്ച മടങ്ങുക. അദ്ദേഹം ധ്യാനം അവസാനിപ്പിച്ച വിവേകാനന്ദ ആ പാറയിൽ നിന്നും ഇറങ്ങി തൊട്ടടുത്തുള്ള തിരുവള്ളൂരിന്റെ പ്രതിമയിലേക്ക് എത്തും. അവിടെ എത്തിയതിനു ശേഷം അദ്ദേഹം അവിടെ പുഷ്പാർച്ചന നടത്തി സമുദ്രത്തിൽ, അതായത് ത്രിവേണി സംഗമ ഭൂമിയായ കന്യാകുമാരി കടലിന് നമസ്കാരം ചെയ്തായിരിക്കും അദ്ദേഹം ഹെലിപ്പാഡിലേക്ക് പോവുക. അവിടെ നിന്നും അദ്ദേഹം തിരുവനന്തപുരം വഴി അദ്ദേഹം വാരണാസിയിലേക്ക് മടങ്ങും എന്നതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും ആ വലിയ നിയന്ത്രണങ്ങളും സുരക്ഷാ സംവിധാനങ്ങളും ഒക്കെ തന്നെ രാവിലെ മുതൽ തന്നെ പോലീസ് ഉദ്യോഗസ്ഥർ ഏർപ്പെടുത്തുന്നുണ്ട്. കർശനമായ കുറെ വാഹന നിയന്ത്രണങ്ങൾ പോലും ഏർപ്പെടുത്തുന്നുണ്ട്. കാരണം അദ്ദേഹത്തിന്റെ മടക്കയാത്ര അത്ര ഗൗരവത്തോടുകൂടി തന്നെയാണ് പോലീസ് ഉദ്യോഗസ്ഥർ കാണുന്നത്. എന്തായാലും ഇതിനിടെ ചില പ്രതിപക്ഷ പാർട്ടികളൊക്കെ തന്നെ കോടതിയും സമീപിച്ചിട്ടുണ്ട്. കോൺഗ്രസിന്റെ തമിഴ്നാട് ഘടകം മദ്രാസ് ഹൈക്കോടതിയിൽ ഒരു ഹർജി സമർപ്പിച്ചിട്ടുണ്ട്. അതൊരു പെറ്റീഷനായി ഇന്ന് പരിഗണിക്കാനുള്ള ഒരു സാധ്യതയും ഒക്കെ തന്നെ നിലനിൽക്കുന്നുണ്ട്. പക്ഷേ BJP അത് ആർഗ്യൂ ചെയ്യുന്നത് വ്യക്തിപരമായ ഒരാളുടെ ഒരു ധ്യാനത്തെ അതെങ്ങനെയാണ് രാഷ്ട്രീയമായി കാണുക. അവിടെ അദ്ദേഹം പാർട്ടി പരിപാടികളിൽ പങ്കെടുക്കുന്നില്ല, മറ്റു സർക്കാർ സംവിധാനങ്ങളിലൊന്നും തന്നെ അദ്ദേഹം ഇടപെടുന്നില്ല. അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ രീതിയിലാണ് അദ്ദേഹം അവിടെ ഇരിക്കുന്നത് എന്നതാണ് BJP മുന്നോട്ട് വെക്കുന്ന ഒരു കാര്യം. അത് അങ്ങനെയാണ്, അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ ഒരു കാര്യമാണ് അദ്ദേഹം ധ്യാനം ഇരിക്കുന്നത് എന്നത് നമുക്ക് പറയാൻ സാധിക്കും. എന്തായാലും കന്യാകുമാരി അതീവ സുരക്ഷയിലാണ്. കന്യാകുമാരിയുടെ കടൽ തീരത്ത് എല്ലാ മണൽത്തിരികളും ഇന്ന് അഭിമാനത്തോടു കൂടി നിൽക്കുകയാണ്. തൻ്റെ രാജ്യത്തിന്റെ പ്രധാന സേവകൻ തൻ്റെ മണിത്തട്ടിൽ വന്ന രാജ്യത്തിനു വേണ്ടി ത്യാഗാനുഷ്ഠിതമായി ധ്യാനമിരിക്കുന്നു എന്ന ആ അഭിമാനപൂരിതമായി നിൽക്കുകയാണ് ഇവിടെ എല്ലാവരും. ഇന്ന് വൈകിട്ടോടെയാണ് പ്രധാനമന്ത്രി ഡൽഹിയിലേക്ക് മടങ്ങുക.